തിരുവനന്തപുരത്തെ ശ്രീ രാമകൃഷ്ണ ആശ്രമ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ലയൺസ് ഐ കെയർ സ്ഥാപിക്കുന്നു. സെപ്റ്റംബർ 3 കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിക്കും. പ്രസ്തുത ചടങ്ങിൽ മുൻ ഗവർണറും പ്രോജക്ട് അഡ്മിനിസ്ട്രേറ്ററുമായ ലയൺ കെ ഗോപകുമാർ മേനോൻ അധ്യക്ഷതയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഇന്ദു വേണുഗോപാൽ സ്വാഗതവും പ്രോജക്ട് ചെയർപേഴ്സൺ ലയൺ സി കെ ജയചന്ദ്രൻ കൃതജ്ഞതയും രേഖപ്പെടുത്തും. ലയൺസ് ഗവർണർ എം എ വഹാബ്, ശ്രീരാമകൃഷ്ണ ആശ്രമ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അധ്യക്ഷൻ സ്വാമി മോക്ഷ പ്രധാനന്ദ, മുൻ ലയൺസ് ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ ആർ മുരുകൻ, മുൻ ഗവർണർ പ്രോജക്ട് അഡ്വൈസർ ലയൺ കെ സുരേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുന്നതായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് അറിയിച്ചു. ക്യാബിനറ്റ് ട്രഷറർ എൻ്റെ ഇടതുഭാഗത്തായിട്ട് എനിക്ക് തൊട്ട് ഇടതുഭാഗത്തായിട്ട് ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ലയൺ സി കെ ജയചന്ദ്രൻ, അതിന് തൊട്ടടുത്ത് ലയൺ രാധാകൃഷ്ണൻ സർ, അദ്ദേഹം 2022-23 ലയൺ വർഷത്തെ ക്യാബിനറ്റ് സെക്രട്ടറി. തൊട്ടടുത്ത് പുറകിലായി പബ്ലിക് റിലേഷൻ ഓഫീസർ ലയൺ ടി ബിജുകുമാർ, അതിന് തൊട്ടായി ലയൺ SS സുനിൽ ഫ്രം 318A ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി, 2022-23 പ്രിൻസിപ്പൽ സെക്രട്ടറി. അപ്പോൾ ഞങ്ങൾ കാര്യത്തിലേക്ക് അടുക്കുകയാണ്. എന്താണ് ലയണിസം എന്ന് സ്വാഭാവികമായിട്ട് എല്ലാ ജനങ്ങളിലും അറിവുള്ളതാണ്. എന്നാൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത് പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ അംഗസംഖ്യ എന്നത് 14 ലക്ഷത്തോളം പേരാണ്. ഏതാണ്ട് 50,000-ഓളം ക്ലബ്ബുകൾ 200-ൽ പരം രാജ്യങ്ങളിലും വ്യാപകമാണ് നമ്മുടെ ഈ ലയൺസ് പ്രസ്ഥാനം. 2025 മുതൽ ഏതാണ്ട് 99 വർഷമായി ഞങ്ങൾ ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നത് കാഴ്ചക്കുറവുള്ളവരെ, കാഴ്ച പരിമിതരെ സഹായിക്കുക എന്ന കർത്തവ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനോടകം ഏതാണ്ട് 35 കോടിയിൽ പരം ജനങ്ങളുടെ കണ്ണുകൾ പരിശോധിക്കുകയും അവർക്ക് ആവശ്യമെങ്കിൽ കാറ്ററാക്ട് സർജറി സൗജന്യമായി നടത്തി കൊടുക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയിൽ ഏർപ്പെട്ടു വരികയാണ്. അപ്പോൾ കാറ്ററാക്ട് സർജറി ഇതിനോടകം ഏതാണ്ട് 3 കോടിയിൽ പരം ജനങ്ങളിൽ ആഗോളതലത്തിൽ ഞങ്ങൾ സൗജന്യമായ കാറ്ററാക്ട് സർജറി വിവിധ ഹോസ്പിറ്റലുകളിൽ നടത്തിയിട്ടുണ്ട്. ഇനി കാഴ്ചക്കുറവ് മൂലം കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 12 വർഷത്തിന് മുൻപ് ഞങ്ങൾ ആരംഭിച്ചതാണ്. എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലെയും കുട്ടികളെ ഞങ്ങൾ പരിശോധിക്കുകയും പരിശോധനയ്ക്ക് വിധേയമാകുന്ന കുട്ടികൾക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായി കണ്ണട വിതരണം ചെയ്യുന്ന പദ്ധതി കൂടിയായിട്ടാണ് സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതി. അതിന് തൊട്ട് താഴെയുള്ള കുട്ടികളുടെ കണ്ണുകളും ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് കിഡ്സ് വിഷൻ എന്ന രീതിയിൽ. അത് ഞങ്ങൾ 6 മാസം മുതൽ 3 വയസ്സ് വരെ ഉള്ള കുട്ടികളെയാണ് അത് നോക്കുന്നത്. അത് വിവിധ അങ്ങനെ കാഴ്ചക്കുറവുള്ളവരെ ഞങ്ങൾ അത് പരിമിതപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് മുൻപന്തിയിൽ ഞങ്ങൾ ചെയ്യുന്നത്. കൂട്ടത്തിൽ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന ഹങ്കർ പ്രോജക്റ്റ്, അതുപോലെ ഡയബറ്റിസ് ഇന്ന് വളരെ വ്യാപകമാണ് ലോകമെമ്പാടും, പ്രത്യേകിച്ച് കേരളത്തിലും. അതിനുവേണ്ടി എല്ലാ റെസിഡൻസുകളുമായി ചേർന്നിട്ട് ഓരോ റെസിഡൻസിൻ്റെയും അങ്കണങ്ങളിൽ ഞങ്ങൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വിവിധ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഡയബറ്റിസിന് വിധേയമാക്കി അതിന് പരിശോധന നടത്തി സൗജന്യമായി അത്യാവശ്യം വേണ്ട മെഡിസിൻസ് നൽകുന്ന പദ്ധതി. അതുപോലെ എൻവയോൺമെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ലയൺസ്. അതിനുവേണ്ടി ആഗോളതലത്തിൽ തന്നെ ബൃഹത്തായ കർമ്മ പദ്ധതികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ വിഷനെ സംബന്ധിച്ച് പറഞ്ഞു. ഡിസാസ്റ്ററിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 വർഷമായി ഞങ്ങൾ
ഏത് തരത്തിൽ ലയൺസത്തിന് ഇടപെടാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൂടുതൽ ഗാഢമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡിസാസ്റ്റർ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് പക്വമായ രീതിയിലുള്ള അറിവുകളും റിഹേഴ്സലുകളും നമ്മുടെ ലയൺസ് വോളണ്ടിയേഴ്സിന് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞങ്ങൾ പഠിച്ചു വരികയാണ്. അതുപോലെ ഹ്യൂമാനിറ്റീസ്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യനെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങളുടേത്. എൻ്റെ ആരോഗ്യം നിൻ്റെ ആരോഗ്യം എന്നൊന്നില്ല, നമ്മുടെ ആരോഗ്യം സംരക്ഷണം എന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ മികവ്. ഇനി ഈ വർഷം 2024-25 ലയൺ വർഷത്തിൽ പ്രാധാന്യമേറിയ വിഷയങ്ങളിലേക്കാണ് ഇനി വരുന്നത്. ഞാൻ ഒരു വർഷം മുൻപ് ഗവൺമെൻറ്റിന് ഞങ്ങളൊരു ലെറ്റർ കൊടുത്തു. 10 ഏക്കർ സ്ഥലം സൗജന്യമായി അനുവദിച്ച് തന്നാൽ ഞങ്ങളൊരു വില്ലേജ് ഉണ്ടാക്കി കൊടുക്കാം. വളരെ ദുർബലരായവർ ഒരുമിച്ച് വസിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വില്ലേജ് ഉണ്ടാക്കിയാൽ അവരുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾക്ക് സമാനമായി വളരുക എന്ന ചിന്താഗതിയിലാണ് അങ്ങനെ ഗവൺമെൻറ്റിന് ലെറ്റർ കൊടുക്കുകയും ഗവൺമെൻറ് പല ഭാഗത്തും 10 ഏക്കർ സ്ഥലം സൗജന്യമായി ലയൺസിന് അനുവദിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരുമിച്ച് 10 ഏക്കർ സ്ഥലം തരാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്ഥിതി വന്നു. അങ്ങനെ മന്ത്രിതല ചർച്ചയിൽ 4 ഇടങ്ങളിലായിട്ട് ഇപ്പോൾ ഭൂമി അനുവദിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് 25 വീടുകൾ എന്ന നിലയിലാണ്. ബഹുമാന്യനായ മന്ത്രി MP രാജേഷ് അവർകളാണ് അതിന് മുൻകൈയെടുത്തത്. അദ്ദേഹം തന്നെ അത് നിയമസഭയിൽ പറയുകയുണ്ടായി. ലയൺ സാധ്യമായി 100 വീടുകൾ പണിത് തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നത്. അങ്ങനെ വിവിധ കർമ്മ പദ്ധതികളാണ്. അസാപ്പുമായി ചേർന്ന് 200 കുട്ടികളെ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ജോലി സംബന്ധമായിട്ട് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ കഴിഞ്ഞ മിനിസ്റ്ററാണ് അതിൽ ഒപ്പിട്ടത്. മാഡം ബിന്ദു മാഡം അത് ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി 2022-23 ലയൺ വർഷം ഞങ്ങൾ LCIF-ൻ്റെ ഗ്രാൻഡ് എന്നത് ഞങ്ങളുടെ കാശ് തന്നെ LCIF എന്നൊരു ഫണ്ടിങ് ആമിലേക്ക് എത്തിക്കുകയും അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ട്രാൻസ്പെറൻസിയിൽ ലോകത്ത് വത്തിക്കാൻ സിറ്റി കഴിഞ്ഞാൽ 1ാം സ്ഥാനം. അത് ആ ഗ്രാൻഡ് നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ അത്യാവശ്യ ഘട്ടത്തിൽ വിനിയോഗിക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽപ്പെട്ടതാണത്. അതിന് മുൻകൈ എടുത്തതാണ് 2022-23 ലയൺ വർഷത്തെ ലയൺ ഗോപകുമാർ മേനോൻജി. അദ്ദേഹം 2 കോടിയോളം രൂപ നമുക്ക് LCIF-ൽ നിന്നും ഗ്രാൻഡായി വാങ്ങി നല്ലൊരു പ്രാഥമികമായും ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആ മെഷീനറി കൊടുക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ വിശദാംശം നമ്മുടെ മുൻ ഗവർണർ ലയൺ ഗോപകുമാർ മേനോൻജി ഇതിനോടകം നിങ്ങളോട് സംസാരിക്കും. അതും കൂടി നിങ്ങൾ എല്ലാ മീഡിയാസിനെയും അറിയിക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഞങ്ങളെടുത്ത എഫർട്ടിന് പൂർണ്ണമാകുന്നത്. അതിന് വേണ്ട സപ്പോർട്ട് നിങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ അവർക്കും പ്രചോദനമാകും. ഹെൽപ്പ് ചെയ്യാൻ ലയൺസത്തിലൂടെ പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും. പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി. ഞാൻ അദ്ദേഹത്തിന് ഹാൻഡ് സാർ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ആദരണീയ ഡിസ്ട്രിക്ട് ഗവർണർ, മറ്റ് ലയൺസ് ഡിസ്ട്രിക്റ്റിൻ്റെ വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായ നമ്മുടെ പത്രമാധ്യമ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ഈ വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണർ 24-25 ലയൺസ് ഡിസ്ട്രിക്ട് ഇയറിലെ ഡിസ്ട്രിക്ട് ഗവർണറായ ലയൺ MA വഹാബ് സാറ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഈ നിലവിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ലയൺസ് പ്രസ്ഥാനത്തിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു അറിവ് ഈ സമയത്തിനുള്ളിൽ നൽകി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ 2021-22 കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ ഒരു ഐ ഹോസ്പിറ്റൽ, നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു ആവശ്യകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നിർധനരായ ആൾക്കാരുണ്ട്. അവർക്ക് സൗജന്യമായിട്ട് കണ്ണ് ചികിത്സയും അതുപോലെ തന്നെ കാറ്ററാക്ട് സർജറീസും ചെയ്യുവാനായിട്ടുള്ള ഒരു സെൻറ്റർ നിലവിലില്ല. ഇപ്പോൾ നമ്മുടെ നിലയിൽ നമ്മളൊരു കാറ്ററാക്ട് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ മധുര അരവിന്ദ് ഐ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ തിരുനെൽവേലി അരവിന്ദ് ഐ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കാരക്കോണം മെഡിക്കൽ കോളേജ് ഇങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ഈ കാറ്ററാക്ട് സർജറീസ് നമ്മൾ സൗജന്യമായിട്ടുള്ള റേറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. തിരുവനന്തപുരം സിറ്റിയിലോ
അല്ലെന്നുണ്ടെങ്കിൽ കൊല്ലത്തിൻ്റെ ഭാഗത്തോ ഉള്ള ആൾക്കാർക്കൊന്നും നമുക്ക് അങ്ങനെ സൗജന്യമായിട്ട് ഒരു കണ്ണ് ചികിത്സ കിട്ടാനോ അതുപോലെ തന്നെ കാറ്ററാക്ട് സർജറി ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്കിവിടെ ഇല്ല. അപ്പോൾ നേരത്തെ നമ്മുടെ ഗവർണർ സാർ പറഞ്ഞ പോലെ തന്നെ ലയൺസിൻ്റെ 1925 മുതലുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കാഴ്ചശക്തി കൊടുക്കുവാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അതിൻ്റെ തുടർ ഭാഗമായിട്ടാണ് ഈ 21-22 കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരണത്തിലൊരു ചിന്തയിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് നമുക്കൊരു ആശുപത്രി നമുക്ക് പണിതുകൂടാ? അപ്പോൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറോട് കൂടി വലിയൊരു ആശുപത്രി നമുക്ക് തുടക്കത്തിൽ തുടങ്ങാൻ പറ്റില്ല. അതിനു മുമ്പായിട്ട് നമ്മൾ ആശ്രമമായിട്ട് ചേർന്നിട്ട് അവിടെ നമ്മൾ ഒരു ഐ കെയർ സെൻറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ആശ്രമത്തിൻ്റെ ഒരു പോർഷൻ നമുക്ക് സ്വാമിജി അനുവദിച്ച് തരികയും ആ പോർഷനകത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ഗ്രാൻഡോടുകൂടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് നമുക്ക് ഇനിഷ്യലി അവർ നമ്മുടെ ടോട്ടൽ ഗ്രാൻഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2 കോടി രൂപയാണ് ടോട്ടൽ ഗ്രാൻഡ് എമൗണ്ട്. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ഫേസ് ഉപയോഗിച്ചിട്ടാണ്, അതിൻ്റെ 1/3 ഫേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഐ കെയർ സെൻറ്റർ നമ്മളവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ ആദരണീയനായ നമ്മുടെ സ്റ്റേറ്റ് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സാറാണ്. അദ്ദേഹം നാളെ കൃത്യം 4 മണിക്ക് അദ്ദേഹം ഈ പദ്ധതി ആശ്രമം ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളേവരും അതിൽ പങ്കെടുക്കണം, ഇതിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ഇതിൽ ആർക്കൊക്കെ സൗജന്യമായിട്ട് കാറ്ററാക്ട് സർജറി ചെയ്യുവാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശ്രമം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, അതായത് ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വിവിധ ഇടങ്ങളിൽ, അതായത് എവിടെയാണോ ആവശ്യമുള്ള ആ ഇടങ്ങളിൽ പോയിട്ട് നമ്മൾ അവിടെ ക്യാമ്പുകൾ നടത്തി ആ ക്യാമ്പുകളിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മളിവിടെ ലയൺസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ സൗജന്യമായിട്ട് കാറ്ററാക്ട് സർജറീസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കാറ്ററാക്ട് സർജറീസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ബാക്കി അതിന് മുകളിലുള്ള എന്തെങ്കിലുമൊക്കെ സർജറീസ് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ചെറിയ ചിലവുകൾ ഉണ്ടാകുന്നതായിരിക്കും. പൂർണ്ണമായും നമുക്ക് സൗജന്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2nd സ്റ്റേജും 3rd സ്റ്റേജും കൂടെ യാഥാർത്ഥ്യമായെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇൻ്റർനാഷണൽ ഗ്രാൻഡ് അനുവദിക്കുന്നത് അതാത് ഏരിയകളിലുള്ള ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് അവർ ഗ്രാൻഡ് അനുവദിക്കുന്നത്. അപ്പോൾ ഇതൊരു 2 വർഷം ഈ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള പേഷ്യൻസിൻ്റെ സ്ട്രെങ്ത് അവരവിടെ അതിനൊരു എന്താ പറയുക, അതിനൊരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ റെക്കോർഡ്സ് നമ്മൾ ഇൻ്റർനാഷണലോട്ട് നമ്മൾ എസ്കലേറ്റ് ചെയ്യുമ്പോൾ അവർ ആ ഡിമാൻഡ് അനുസരിച്ചിട്ട് അടുത്ത 2 സ്റ്റേജിലേക്കുള്ള ഗ്രാൻഡുകൾ നമ്മൾ അനുവദിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഇത്തരണത്തിൽ നമ്മളൊരു ഹോസ്പിറ്റൽ ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ ലയൺസ് ഐ കെയർ സെൻറ്റർ എന്ന നാമധേയത്തിൽ നമ്മൾ നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിന് നിങ്ങളെല്ലാ പ്രാധാന്യവും കൊടുത്ത് പ്രസിദ്ധീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തട്ടെ. നന്ദി. താങ്ക് യു. അടുത്തത് ഈ ഗ്രാൻഡ് സംബന്ധമായ കാര്യങ്ങളിൽ 2022-23 ലയൺ വർഷത്തെ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് ഗവർണർക്കും ഏതാണ്ട് സമാനമായ വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫർട്ട് എടുത്തത്. ലയൺ രാധാകൃഷ്ണൻ സാർ. നമസ്കാരം. ബഹുമാന്യായ ഗവർണർ, മുൻ ഗവർണർ ലയൺ ഗോപകുമാർ മേനൻ, വേദിയിലെ മാന്യരെ, സദസ്സിലെ മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ വഹാബ് സാറും മുൻ ഗവർണർ ഗോപകുമാർ മേനോൻ സാറും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആ വർഷം അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു, ഗോപകുമാർ മേനോൻ്റെ. അപ്പം അങ്ങനെ ഈ പ്രോഗ്രാമായിട്ട് സഹകരിക്കാനും ഈ ഗ്രാൻറ്റിന് വേണ്ടിയിട്ടുള്ള സഹകരണങ്ങൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ജയചന്ദ്രൻ സാറ്. അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു സീനിയർ ഓഫീസറായിരുന്നു. ഇലക്ട്രിസിറ്റി കമ്മീഷൻ, റെഗുലേറ്ററി കമ്മീഷൻ്റെ അംഗമായിരുന്ന വ്യക്തിയാണ്. ഇത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹം ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്കത് കിട്ടുന്നുണ്ട്. നമ്മൾ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ നമ്മൾ ലയൺസ് ക്ലബ്ബ് വഴി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗോകുമാർ മേനോൻ പറഞ്ഞ മാതിരി നമ്മുടേതായിട്ടുള്ള സ്വന്തം ഒരു ഐ കെയർ ഹോസ്പിറ്റൽ വേണം എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുകയും അത് ഭംഗിയാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ള ഒരു ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അത് നാളെ പറഞ്ഞ മാതിരി നമ്മുടെ സ്റ്റേറ്റ് ഗവർണർ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങൾ മീഡിയ ആണ് നമുക്ക് ഈ പബ്ലിസിറ്റി കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇതുവഴി മാത്രമേ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് അറിയാനൊക്കെ ഉള്ളൂ ഇങ്ങനെ ഒരു സൗജന്യമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട്, ഐ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. ലയൺസ് ക്ലബിനെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സൗജന്യമായിട്ടുള്ള ഒരു സർവീസ് കിട്ടും എന്നുള്ള അറിയിക്കേണ്ട ചുമതല മാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമം ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്നുള്ള നമുക്ക് കോൺഫിഡൻ്റ് ആണ്. കാരണം നിങ്ങളാണല്ലോ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് കേരളത്തിലെ മാധ്യമ
സുഹൃത്തുക്കൾ, നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മൾ ഈ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരു 3-4 വർഷത്തിന് മുമ്പ് നമ്മൾ 1,25,00,000 രൂപ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു ബ്ലഡ് ബാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ലയൺസിൻ്റെ ബ്ലഡ് ബാങ്കാണ്. നമ്മുടെ ഈ കോവിഡ് സമയത്തും ഒക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്ത ഒരു ബ്ലഡ് ബാങ്കാണത്. അതുമാതിരി ഇപ്പം അടുത്തതായിട്ട് നമ്മൾ 1-2 ബ്ലഡ് ബാങ്ക് മേജർ ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡയാലിസിസ് സെൻറ്റേഴ്സ് 3-4 നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലയൺസിന് ഈ നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ലയൺസ് ക്ലബ്സ് ഇൻ്റർനാഷണൽ ഫണ്ടിങ് വഴി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് തുടർന്നും നമ്മുടെ എഫർട്ട് അതിനകത്തുണ്ടാവും. നമ്മുടെ ഈ ഗവർണറിൻ്റെ സമയത്തും 1-2 പ്രോജക്റ്റുകളൊക്കെ പ്രപ്പോസൽസ് ഉണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സഹായ സഹകരണം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഇൻ്റർനാഷണലിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ക്ലാരിറ്റി വേണം, ക്വാളിറ്റിയും വേണം. അതിന് വ്യക്തത വരുത്തുന്നത് നമ്മുടെ CK ജയചന്ദ്രൻ സാറാണ്. അദ്ദേഹം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയങ്കരനായ ഡിസ്ട്രിക്ട് ഗവർണർ MA വഹാബ്, മുൻ ഗവർണർ ഗോപകുമാർ മേനോൻ, രീതിയിലുള്ള മറ്റ് LCF എന്ന് പറയുന്നത് ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ഫണ്ടിങ് ഏജൻസിയാണ്. അതായത് ചെറിയ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ അംഗസംഖ്യ കുറവായിരിക്കും. അവർക്കൊരു വലിയ പ്രോജക്റ്റ് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇൻ്റർനാഷണൽ LCIF എന്ന് പറയുന്ന ഈ സാമ്പത്തിക സഹായ സ്ഥാപനം സ്ഥാപിച്ചത്. 1968 ഇത് സ്ഥാപിച്ചത്. ഈ വർഷങ്ങൾക്കിടയിൽ ഏകദേശം 1200 കോടി രൂപയുടെ പ്രോജക്റ്റുകൾക്ക് സഹായം നൽകിയിട്ടുണ്ട്. ഒരു വർഷം ഏകദേശം 300 കോടി രൂപ വിവിധ ലയൺസ് പ്രോജക്റ്റുകൾക്കായി നൽകി വരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശാസ്ത്ര രംഗത്ത് ഒരുപാട് പുരോഗതി ഉണ്ടാകുന്നുണ്ട്. മെഡിക്കൽ സയൻസിൽ പുതിയ എക്യുപ്മെൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ കുറേയധികം കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സൗജന്യമായി ചെയ്യുന്നു എങ്കിലും ഈ ഏറ്റവും പുതിയ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സയും ഡിറ്റക്ഷനും അത് ഈ പാവപ്പെട്ടവരിൽ എത്തുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫക്റ്റ് മാറ്റാനായിട്ടാണ് നമ്മൾ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റാണ്. അതായത് അത് വെച്ചിട്ട് നമുക്ക് രോഗനിർണയം നടത്താം, പരിശോധനകൾ നടത്താം, അതുകൂടാതെ ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ സൗജന്യമായിട്ട് പാവപ്പെട്ടവർക്ക് നൽകുന്നു എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ നമുക്കറിയാമല്ലോ, സ്റ്റേറ്റ് ഗവർണർ വരുന്ന പരിപാടി അന്ന് ഞങ്ങൾ മിനിസ്റ്ററെ കോണ്ടാക്ട് ചെയ്തിരുന്നു. സമയക്കുറവ് 1-2 മിനിസ്റ്റർമാർ പറഞ്ഞിരുന്നു. അതുപോലെ MLA കോണ്ടാക്ട് ചെയ്തു. MLAക്ക് വേറൊരു ആവശ്യത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ സർ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സമയപരിധി അവസാനിക്കാൻ പോകുന്നു. അതുകൊണ്ട് 4 ദിവസം മുൻപാണ് ഞങ്ങൾക്ക് ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് തന്നെ. അതിനെ തുടർന്നാണ് ഞങ്ങൾ മിനിസ്റ്ററെ സമീപിക്കുകയും MLA MB ഒക്കെ സമീപിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ തിരക്ക് അറിയാലോ, അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ഫംഗ്ഷനുകളിൽ എല്ലാ MLA മാരും MP മാരും മിനിസ്റ്റേഴ്സൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി 2-3 തവണ പങ്കെടുത്തിട്ടുണ്ട്, മുൻ മുഖ്യമന്ത്രി അടക്കം. ഞാൻ ക്യാബിനറ്റ് സെക്രട്ടറിയെ പോലെ തന്നെ ക്യാബിനറ്റ് ട്രഷററിനും പ്രാധാന്യമുണ്ട്. 2024-25 ഈ ലൈൻ വർഷം 12 കോടി രൂപ ബഡ്ജറ്റിലാണ് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ മുൻപോട്ട് കൃത്യമായി നയിച്ചുകൊണ്ട് പോകുന്നത് ലയൺ AK ഷാനവാസ്, ക്യാബിനറ്റ് ട്രഷറർ, അദ്ദേഹവും കൂടിയിട്ടുണ്ട്, സംസാരിക്കും. നമസ്കാരം. ആ ഒരു സംശയം, നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷനിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഞങ്ങൾ ഉൾപ്പെടുത്താറുള്ളൂ പ്രധാനമായി. കാരണം കൂടുതൽ സമയം ഫംഗ്ഷനുകൾ നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഡിസ്ട്രിക്ട് ഗവർണർ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട്, സ്റ്റേറ്റ് ഗവർണർ പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ പേരെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ ആകാത്തത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മന്ത്രിമാരെയൊക്കെ തന്നെയാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഈ വർഷം വളരെയധികം പ്രാധാന്യമാണ് ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ 100 വീടുകൾ പാവങ്ങൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുന്ന ആ പ്രോജക്റ്റിന് സർക്കാരാണ് ഭൂമി മൊത്തം സൗജന്യമായിട്ട് ലയൺസിന് തന്നിരിക്കുന്നത്.
അവിടെയാണ് നമ്മൾ 100 വീടുകൾ, ഒരു വീടിന് 8 ലക്ഷം രൂപയാണ് നമ്മളിട്ടിരിക്കുന്ന എസ്റ്റിമേറ്റ്. സാധാരണ വയ്ക്കുന്ന വീട് പോലല്ല, ലയൺസ് പ്രസ്ഥാനം വെച്ച് കൊടുക്കുന്ന വീട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ഒരു വില്ലേജിൽ 25 വീട്, അങ്ങനെ 4 വില്ലേജുകളാണ് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ ആ 25 വീടുകൾ ഒരു വില്ലേജിൽ വരുന്ന ആ വില്ലേജിൽ 25 വീടുകൾക്ക് നമ്മൾ ചിലവാക്കുന്നത് ഒരു വീടിന് 7,80,000 രൂപയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് ടാർഗറ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പരിപാടികൾ ഇപ്പോൾ MOU നാളെ മറ്റന്നാളോ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. അപ്പോൾ അതുപോലെ നിരവധി പദ്ധതികളാണ് ഈ വർഷം നമ്മളെ ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ട് ലയൺസ് പ്രസ്ഥാനം നടപ്പിലാക്കി വരുന്നത്. നമുക്ക് തന്നെ അറിയാം, മെഡിക്കൽ കോളേജിലോട്ട് ചെന്നാൽ 450 പേർക്ക് 365 ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതി അവിടെയുണ്ട്. വളരെയധികം പ്രശംസനീയമായ ഒരു പദ്ധതിയാണ്. 450 പേര് ഉച്ചഭക്ഷണം RCCയുടെയും മെഡിക്കൽ കോളേജിലെയും ശ്രീ ചിത്ര ഹോമിലെയും ഒക്കെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും നമ്മൾ എന്നും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വർഷങ്ങളായി തുടർന്നു വരുന്നൊരു പ്രക്രിയയാണ്. അതുപോലെ നിരവധി പരിപാടികൾ നമ്മൾ ഈ വർഷം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പദ്ധതികൾക്ക് പത്രമാധ്യമങ്ങളിൽ നിന്നെല്ലാം നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ എല്ലാം സഹകരണമാണ് ഞങ്ങളുടെ ഈ പദ്ധതികളുടെ വിജയം എന്ന് പറയുന്നത്. ഈ പദ്ധതി, നാളെ നടക്കുന്ന ഈ പദ്ധതിയും നിങ്ങളുടെ എല്ലാം സഹായവും പിന്തുണയും ഉണ്ടാകണം. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു, ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കാഴ്ച പരിമിതരെ സഹായിക്കുക എന്ന ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് തൂലിക ചലിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ നല്ല എഴുത്തുകൾ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് പ്രചോദനം വന്നാൽ കൂടുതൽ ആൾക്കാരിലേക്ക് സേവനം എത്തിക്കാനും കഴിയും. അതുപോലെ ഇൻ്റർനാഷണലിൽ നിന്ന് കൂടുതൽ ഗ്രാൻഡ് ലഭ്യമായാൽ മറ്റ് ഹോസ്പിറ്റലുകൾ, റൂറൽ ഏരിയയിലുള്ള ഹോസ്പിറ്റലുകൾക്ക് കൂടി നമ്മുടെ അഡ്വാൻസ് ടെക്നോളജി വരുന്ന മെഷീനറി കൊടുത്ത് വളരെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കാറ്ററാക്ട് സർജറി നടത്തി സൗജന്യമായി കൊടുക്കാൻ കഴിയുന്നതിന് കൂടുതൽ കഴിഞ്ഞേക്കും. 30,000 രൂപ വരെ വാങ്ങുന്ന ഹോസ്പിറ്റലും ഉണ്ട് ഒരു കാറ്ററാക്ട് സർജറി മിനിമം നടത്തുന്നതിന്. അപ്പോൾ അങ്ങനെയുള്ള സർജറികൾ വളരെ സൗജന്യമായിട്ട് പെട്ടെന്ന് നടത്തി കൊടുക്കുന്ന ഒരു ദൗത്യത്തിൽ നിങ്ങളുടെയും കൂടി സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ എഞ്ചിനീയർ അനിൽ കുമാർ, അദ്ദേഹം അടുത്ത 2025-26 ലയൺ വർഷം ഡിസ്ട്രിക്റ്റിനെ നയിക്കാൻ പാകത്തിനുള്ള ഒരു നല്ല ഒരു ജനസേവകനാണ്. അദ്ദേഹവും കൂടി നിങ്ങളോട് 2 വാക്കുകൾ സംസാരിക്കും. പ്ലീസ്. ബഹുമാന്യരെ, നമ്മുടെ നേത്ര ചികിത്സാ രംഗത്തെ ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ ലയൺസ് ക്ലബ്ബ് ഇത്തരം പരിപാടികളിൽ വ്യാപൃതരാകുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോയിൽ ഒന്നാണ് വിഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയയാണ് വിഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ നാളെ ഇനോഗ്രേറ്റ് ചെയ്യുന്ന അത് ഒരു ഫസ്റ്റ് ഫേസ് മാത്രമാണ്. സെക്കൻഡ് ഫേസും തേർഡ് ഫേസും വരും വർഷങ്ങളിൽ ഏകദേശം 2 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ടോട്ടലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് നാളെ ഗവർണർ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്, കേരള ഗവർണർ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലയൺസ് ക്ലബ്ബ് നിരന്തരം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിൽ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ വളരെയധികം ഞങ്ങളെ സഹായിക്കാറുണ്ട്. ആ സഹായവും ആ സപ്പോർട്ടും കൂടുതൽ ഈ സേവന രംഗത്ത് ഞങ്ങളെ കൂടുതൽ കരുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. അപ്പോൾ പ്രിയങ്കരെല്ലാം നാളെ 3:30 തന്നെ എത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആശ്രമം ഹാള്, ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റൽ, ശാസ്തമംഗലം, അതെ, അതിൻ്റെ ആശ്രമം ഹാളിലാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ആശ്രമം ഹാൾ. പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം. താങ്ക് യു.